വൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 34. യോശീയ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ ദൈവത്തിന് പ്രസാദമായവ ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവൻ്റെ 8-ാം വയസ്സിൽ, അവൻ്റെ ബാല്യത്തിൽ തന്നെ, അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരൂശലേം നിവാസികളെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവയ്ക്ക് മേലുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ തട്ടിക്കളഞ്ഞു. പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്തു പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറി. അവൻ പൂജാഗിരികളുടെ അസ്ഥികളെ അവരുടെ ശവകുടീരത്തിൽ നിന്നെടുത്ത് ദഹിപ്പിക്കുകയും യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശായുടെയും എഫ്രായീമിൻ്റെയും ശെമായോന്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും പരിസരങ്ങളിലും അവരുടെ വീഥികളിലും ചെയ്തു. അവൻ ബലിപീഠങ്ങൾ ഇടിച്ചു, പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്തു പൊടിയാക്കി. ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും സകല സൂര്യസ്തംഭങ്ങളെയും തട്ടിക്കളഞ്ഞു. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യായുടെ മകനായ ശാഫാനെയും നഗരാധിപതിയായ മനശ്ശെയായെയും യോവാശിന്റെ മകനായ എഴുത്തുകാരൻ യോവാഹിനെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിന്റെ കേടുപാട് തീർക്കുവാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹില്ക്കിയായുടെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവ്യർ മനശ്ശെയോടും എഫ്രായീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമീനോടും യെരൂശലേം നിവാസികളോടും പിരിച്ചെടുത്തു ദൈവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവർ അത് ദൈവാലയത്തിൽ പണി ചെയ്തിരുന്ന മേൽവിചാരകരുടെ കയ്യിലും അവർ ദൈവാലയത്തിൻ്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പ് പണിക്ക് തടിയും വാങ്ങുവാൻ യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും കൊടുത്തു. ആ പുരുഷന്മാർ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു. മെരാര്യരിൽ യഹത്ത്, ഓബദ്യ എന്ന ലേവ്യരും പണി നടത്തുവാൻ, കെഹാത്യരിൽ സകരിയായും മെശുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാർ ആയിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു. ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു. അവർ ദൈവാലയത്തിൽ പിരിഞ്ഞു കിട്ടിയവ പുറത്തെടുത്തപ്പോൾ ഹില്ക്കിയ പുരോഹിതൻ ദൈവം മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹില്ക്കിയ എഴുത്തുകാരനായ ഷാഫാനോട്, ഞാൻ ദൈവാലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹില്ക്കിയ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു രാജധാനിയിൽ ബോധിപ്പിച്ചു. അടിയങ്ങൾക്ക് കൽപ്പന നടന്നതുപോലെ എല്ലാം ചെയ്തിരിക്കുന്നു. ദൈവാലയത്തിൽ കണ്ട ദ്രവ്യം പുറത്ത് എടുത്ത്
വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. എഴുത്തുകാരനായ ഷാഫാൻ രാജാവിനോട് ഹില്ക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു. ഷാഫാൻ രാജസന്നദ്ധിയിൽ വായിച്ച് കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങൾ കേട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹില്ക്കിയായോടും ഷാഫാന്റെ മകൻ അഹീക്കാമിനോടും മീക്കയുടെ മകൻ അബ്ദോനോടും എഴുത്തുകാരനായ ഷാഫാനോടും രാജഭൃത്യനായ സയ്യായോടും കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടു കിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ദൈവവചനത്തെ പ്രമാണിക്കാതെ ഇരുന്നതിനാൽ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവകോപം വലുതല്ലോ. അങ്ങനെ ഹില്ക്കിയായും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തൊഖത്തിന്റെ മകനായി വസ്ത്രവിചാരകനായ ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ യെരൂശലേമിൽ 2-ാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിന് നിവാസികൾക്കും യഹൂദ രാജാവിൻ്റെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായി അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ചു. തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യ ദൈവങ്ങൾക്ക് ധൂപം അർപ്പിച്ചതുകൊണ്ട് എൻ്റെ കോപം ഈ സ്ഥലത്ത് ചൊരിയും. അത് കെട്ടുപോകുകയുമില്ല. എന്നാൽ ദൈവത്തോട് ചോദിക്കുവാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം വലിഞ്ഞു. നീ എൻ്റെ മുൻപാകെ സ്വയം താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും. നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല. അവർ രാജാവിനെ മറുപടി ബോധിപ്പിച്ചു. രാജാവ് ആളയച്ച് യഹൂദയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും പുരോഹിതന്മാരും ലേവ്യരും ആബാലവൃത്തം സർവജനവും ദൈവാലയത്തിൽ ചെന്നു. അവൻ ദൈവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവരെ കേൾപ്പിച്ചു. രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ ദൈവത്തെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും നിയമങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അനുസരിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് ദൈവം മുമ്പാകെ സത്യം ചെയ്തു. യെരൂശലേമിലും ബെന്യാമീനിലും ഉണ്ടായിരുന്നവരെയെല്ലാം അവൻ അതിൽ സഹകരിപ്പിച്ചു. യെരൂശലേം നിവാസികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ
ദൈവത്തിൻ്റെ നിയമപ്രകാരം ചെയ്തു. യോശീയ ഇസ്രായേൽ മക്കൾക്കുള്ള സകല ദേശങ്ങളിൽ നിന്ന് സകല അശുദ്ധിയും നീക്കിക്കളഞ്ഞു. ഇസ്രായേലിലുള്ളവരെല്ലാം തങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവിക്കാനിടയാക്കി. അവൻ്റെ കാലത്തെയെല്ലാം അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.